യെസ് മക്കളെ, ലാസ്റ്റ് പാർട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കി നോക്കിയാലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ചാപ്റ്റർ നമ്പർ 1, 2, 3 സെറ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലെ. ദെൻ ചാപ്റ്റർ 4, 5, 6 സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ബാക്കി പാർട്ട് ഒന്ന് നോക്കി നോക്കിയാലോ. അതിൽ ഏറ്റവും നല്ല രസമായിട്ടുള്ള സിമ്പിൾ ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 7, ദാറ്റ് ഈസ് വെബ് ഹോസ്റ്റിംഗ് ആണ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉണ്ടാക്കിയ വെബ് പേജ് നാട്ടുകാർ മൊത്തം കാണണം. ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? സെർവറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയായിരിക്കും വരിക? VPS ആണ് ഫസ്റ്റ് അല്ലെ. നമ്മൾ 3 ടൈപ്പ് ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, VPS. ആ VPS ആണ് ഈ VPS. എന്താ VPSന്റെ ഫുൾ ഫോം? വെർച്വൽ പ്രൈവറ്റ് സെർവർ ആണ് അല്ലെ. വെർച്വൽ പ്രൈവറ്റ് സെർവർ ആണ്. എന്നാ പിടിച്ചോ, CMSന്റെ ഫുൾ ഫോം എന്താ? ഇങ്ങനെ ഫുൾ ഫോം വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കണ്ടന്റ് മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് മക്കളെ. നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രാമിംഗിൽ നിന്നും ഈ സെക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് തിയറി സെക്ഷൻ ആണ്. ചാപ്റ്റർ 7 വെബ് ഹോസ്റ്റിംഗ് പക്ക തിയറി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ CMS പറഞ്ഞാൽ എന്താ? കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എന്നാ പിടിച്ചോ. രണ്ടാമത് ഷുവർ കട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വേരിയസ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. 3 ടൈപ്പ് ഹോസ്റ്റിംഗ് ആണ്. ഏതൊക്കെ 3 ടൈപ്പ് ഹോസ്റ്റിംഗ്? ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, മൂന്നാമത്തത് VPS ആണ്. ഞാനൊരു വെബ് പേജ് ഉണ്ടാക്കി, അതിന്റെ എല്ലാം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കേസാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. എന്താ? ഇറ്റ് ഷെയർ ഓൾ ദ റിസോഴ്സസ്, എല്ലാം ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ചീപ്പാണ് അല്ലെ. മറ്റാ വെബ്സൈറ്റ് ആണ് ഇത് പറ്റുമോ? ഇല്ല. അപ്പൊ ആ പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡിഫറെന്റ് വെബ്സൈറ്റ് ആണ്. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, VPS. എന്താണ് ഷെയർഡ് എന്ന് പറഞ്ഞാൽ? എല്ലാം ഷെയർ ചെയ്യും. ഇറ്റ് ഷെയർ ഓൾ ദ റിസോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ ലാഭമാണ്, ചീപ്പാണ്. എവിടെ? ഈസി ടു യൂസ് ആണ്, ചീപ്പാണ്. പക്ഷെ ചെറിയ വെബ്സൈറ്റ് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. ലാർജ് ഓർഗനൈസേഷൻ വിത്ത് ഹെവി ട്രാഫിക് ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഡെഡിക്കേറ്റഡ് ആണെങ്കിലോ സെപ്പറേറ്റ് സെർവറായി യൂസ് ചെയ്യാം. സെപ്പറേറ്റ് സെർവർ ആകുമ്പോൾ ക്യാഷ് വരും, എക്സ്പെൻസീവ് ആണ്. നോട്ട് ഷെയർഡ് ആണ്, എക്സ്പെൻസീവ് ആണ് അല്ലെ. ആരെ യൂസ് ചെയ്യാം? ഫാസ്റ്റ് ആക്സസ് ആണ്. ബഡാ ടീം, ലാർജ് ഓർഗനൈസേഷൻ ഓർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്യാമെങ്കിൽ. VPS വെർച്വൽ പ്രൈവറ്റ് സെർവർ ഓർ വെർച്വൽ ഫിസിക്കൽ സെർവർ, വെർച്വലി പാർട്ടീഷൻ ടു സെവറൽ സെർവർ ആയിട്ട് ഇത് വെർച്വലി കട്ട് ചെയ്യും. വെർച്വലി പാർട്ടീഷൻ ടു സെവറൽ സെർവർ, ഈച്ച് പാർട്ട് ആക്ട് ആസ് എ ഡെഡിക്കേറ്റഡ് വൺ ആയിട്ട് ആക്ട് ചെയ്യും. ടാസ്ക് ഈസ് ഓവർ. സെറ്റ് അല്ലേ? എന്നാ പോവാം മറ്റൊരു സെക്ഷൻ. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. എന്താ റെസ്പോൺസീവ് വെബ് ഡിസൈൻ? ഞാൻ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വെബ് പേജ് ഞാൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ച് വെബ് പേജ് മാറിയാണെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ ഓൾ ഡിവൈസസ്. ഞാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനനുസരിച്ച് കസ്റ്റം ഓഫ് ബിൽഡിംഗ് വെബ്സൈറ്റ് സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ എവറി ഡിവൈസ്. ഞാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനനുസരിച്ച് വെബ് പേജ് ഇങ്ങനെ മാറണം. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട് ആണ് യൂസ് ചെയ്യുന്നത്, കണ്ടന്റ് ഇങ്ങനെ പറയാൻ വേണ്ടി. യെസ്. FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ, ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. FTP ക്ലയന്റ് എന്താ? ഈ ക്ലയന്റ് സോഫ്റ്റ്വെയർ FTP എന്താ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അപ്പൊ ആളുടെ റോൾ എന്താ? ഒരു ഡാറ്റ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്യും. 3 സിസ്റ്റമാണ് അല്ലെങ്കിൽ 3 സോഫ്റ്റ്വെയർസ് ആണ്. ഒന്ന് Qt FTP, സ്മാർട്ട് FTP ആൻഡ് FileZilla. And last one is a web page created to display the result of higher secondary examination. നമുക്ക് ഏത് ടൈപ്പ് ഹോസ്റ്റിംഗ് ആണ് വരിക? ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഒക്കെ ആകുമ്പോൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണല്ലേ. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് അല്ലെ. ബഡാ ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്പീഡ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. അങ്ങനത്തെ 5-6 പോയിന്റ്സ് എഴുതാം ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിന്റെ. ആൻഡ് കം ടു ദി നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രീ ഹോസ്റ്റിംഗ് ആണ്. എന്താ ഫ്രീ ഹോസ്റ്റിംഗ്? കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 6 പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. 6 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്തേണ്ടത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതേപോലെ പ്രൊവൈഡ് അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെ. അഡ്വർടൈസ്മെന്റ്സ്, യെസ്. എവിടെ? അഡ്വർടൈസ്മെന്റ്. ലോ സെക്യൂരിറ്റി ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ഓഫ് ചാർജ് ആണ്. സൈസ് ഓഫ് ദ ഫയൽസ് ആർ അപ്ലോഡഡ് മേ ബി ലിമിറ്റഡ് ആണ്. ദെൻ പ്രൊവൈഡ് അഡ്വർടൈസ്മെന്റ്, പ്രൊവൈഡ് ഓൺലി സബ് ഡൊമൈൻ. ഒറിജിനൽ വെബ്സൈറ്റിന്റെ പേര് കിട്ടൂല. നോ കസ്റ്റമർ കെയർ സപ്പോർട്ട്. ഒരു 5-6 പോയിന്റ്സുകൾ ഉണ്ട്. അതോടുകൂടെ ഈ ചാപ്റ്ററിൽ വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് മക്കളെ. നമുക്ക് മറ്റൊരു ചാപ്റ്റർ ആണ് അതിമനോഹരമായ മറ്റൊരു ചാപ്റ്റർ ആണ് DBMS ചാപ്റ്റർ നമ്പർ 8. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. 1 വേർഡുകൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് കോളംസ് ഇൻ എ റിലേഷൻ. ഒരു ടേബിളിലുള്ള നമ്പർ ഓഫ് റോസ്, എത്ര റോ ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്ന ആളാണ് എന്താണ്? കാർഡിനാലിറ്റി.
നമ്പർ ഓഫ് റോസ് ഈസ് കോൾഡ് എന്താ നമ്പർ ഓഫ് കോളംസ് അല്ലെ നമ്പർ ഓഫ് കോളംസ് ആണ് ചോദിച്ചത്, റോ അല്ല ചോദിച്ചത്. നമ്പർ ഓഫ് റോസ് ആണെങ്കിൽ കാർഡിനാലിറ്റി, നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ ഡിഗ്രി. എന്താ ഡിഗ്രി ഡിഗ്രി റെഡി അല്ലേ? ഡിഗ്രി. ഇൻ എ റിലേഷൻ മോഡ് എ റിലേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ടപ്പിൾ. ആണോ? ടേബിൾ. റിലേഷനെ പറയുന്ന പേരാണ് ടേബിൾ. നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ കണ്ടോ, ഇത് നമ്പർ ഓഫ് കോളംസ് ആണ്, ഇത് റോസ് ആണ്. അപ്പൊ റോസിനെ പറയുന്ന പേരാണ് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി. ഡാഷ് ഈസ് ദ കാൻഡിഡേറ്റ് കീ. 4 കീ ഉണ്ടായിരുന്നു. കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ആൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. അപ്പൊ ഡാഷ് ഈസ് ദ കാൻഡിഡേറ്റ് കീ. That is not used as a primary key. Primary key അല്ലാത്ത കീ ഏതാ? alternate key. എന്താ? alternate key. odd one out. Pick odd one out. ഏതാ? file, field, record, primary key. Answer is primary key. കാരണം എന്താ? ബാക്കി മൂന്നും ഡാറ്റയുടെ ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ഫീൽഡ്, റെക്കോർഡ്, ഫയൽസ്. അപ്പൊ ആ സെക്ഷൻ കഴിഞ്ഞു. The select operation അല്ലെ, select operation is denoted by the symbol. Select ചെയ്യുന്ന 6 റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസ് ഉണ്ട്. സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് ആൻഡ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പൊ ഇതെന്താ? സെലക്ട് ഓപ്പറേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ സിംബൽ സിഗ്മ. സിഗ്മ. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് DBMS? DBMSന്റെ അഡ്വാൻറ്റേജ് ഏതാ? 6 അഡ്വാൻറ്റേജ് ആണ്. ഏതൊക്കെയാ? യെസ്, ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡാറ്റ റിഡൻഡൻസി ആണ്. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഡാറ്റ റിഡൻഡൻസി ലെസ് ആണ്, അതുകൊണ്ട് ഡാറ്റ കൺസിസ്റ്റന്റ് ആണ്. പിന്നെ ജനറൽ പറയാം എന്താ? ഡാറ്റ ഷെയറിംഗ് ആണ്, റിസോഴ്സ് ഡാറ്റ ഷെയറിംഗ് ആണ്, എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, സെക്യൂർ ആണ്, ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് പോയിന്റ്സുകൾ. കം ടു ദി സെക്കൻഡ് സെക്ഷൻ. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് യൂസേഴ്സ്. 4 യൂസേഴ്സ് ആണ്. ഏതൊക്കെ ഉണ്ടാവുക? ഏത് സാധനത്തിനും അതിൻ്റെ ഒരു ഓണർ ഉണ്ടാവും. ഓണർ പറഞ്ഞ പേരാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. രണ്ടാമത്തത് പ്രോഗ്രാം വഴി സംസാരിക്കുന്ന പേഴ്സൺ, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ. തേർഡ് വൺ ഈസ് ക്വറി വഴി ഇന്ററാക്ട് ചെയ്യുന്ന പേഴ്സൺ, ദാറ്റ് ഈസ് കോൾഡ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ. ആൻഡ് ഫൈനലി നെയ്വ് യൂസർ. അല്ലെ, ദേ യൂസ് ദ ഡാറ്റാബേസ് വിത്തൗട്ട് നോളജ്. നോളജ് അറിയാം, വിത്തൗട്ട് നോളജ് അവർ യൂസ് ചെയ്യാം. കം ടു ദി നെക്സ്റ്റ് വൺ. ഡിഫറെന്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഈ ഡയഗ്രാം ഓർത്തിരിക്കണേ, ഈ ഡയഗ്രാം ഓർമ്മയിൽ ഉണ്ടാവണേ. യെസ്, ഏതൊക്കെ ഡയഗ്രാം ഉണ്ടാവുക? ഫസ്റ്റ് ഏറ്റവും താഴെത്തട്ടിലാണ് ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവലിന്റെ തൊട്ടു മുകളിലാണ് എന്ത് ലെവൽ? ലോജിക്കൽ ലെവൽ. അതിന്റെ തൊട്ടു മുകളിലാണ് വ്യൂ ലെവൽ. ഇത് ഒന്ന് ഓർത്തെടുത്താൽ നന്നാവും. ഫിസിക്കൽ ലെവലിൽ എന്താ സംഭവിക്കുക? ഇറ്റ് ഈസ് എ ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. It describes how the data are to be stored in computer memory. It is also called as internal level. In the logical level, it is the next higher level of abstraction. It describes what data are to be stored in computer memory. It is also called as conceptual level. ഇതാണ് യൂസറിനോട് ഏറ്റവും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലെവൽ. അതുകൊണ്ട് തന്നെ ഇതിന് പറഞ്ഞ പേരാണ് വ്യൂ ലെവൽ എന്ന് പറയും, അല്ലെങ്കിൽ അല്ലെ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയും. So next question. Explain different data independence. എന്താ ഇൻഡിപെൻഡൻസ്? സ്വാതന്ത്ര്യമാണ്. എനിക്ക് എങ്ങനെയും ഈ ക്ലാസ് കൈകാര്യം ചെയ്യാം. ദാറ്റ് ഈസ് എൻ്റെ ഫ്രീഡമാണ്, ഇൻഡിപെൻഡൻസ് ആണ്. എബിലിറ്റി ടു മോഡിഫൈ, മാറ്റം വരുത്താൻ പറ്റും. എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഇൻ വൺ ലെവൽ. ഒരു ലെവലിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്താം, ആരെ ബാധിക്കരുത്, മറ്റൊരാളെ ബാധിക്കരുത്. വിത്തൗട്ട് എഫക്റ്റിംഗ് എനി ചേഞ്ചസ് ഓൺ നെക്സ്റ്റ് ഹയർ ലെവൽ. തൊട്ട് മുകളിലത്തെ ലെവലിനെ ബാധിക്കുന്നില്ല എങ്കിൽ ദാറ്റ് ലെവൽ ഈസ് കോൾഡ് എന്താ? ഡാറ്റ ഇൻഡിപെൻഡൻസ്. അല്ലെ, 2 ടൈപ്പ് ഇൻഡിപെൻഡൻസ് ആണ്. ഒന്ന് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫിസിക്കൽ ചേഞ്ചസ് വരുത്താം, ആരെ ബാധിക്കരുത്, ലോജിക്കലിനെ എഫക്റ്റ് ചെയ്യരുത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈ 2 ലൈൻ മാത്രമാണ്. ഏതാ? 1 ലെവലും എന്നുള്ളതും ഇവിടെ നെക്സ്റ്റ് ഹയർ ലെവലും. എങ്ങനെ ഇതാ? ഫിസിക്കൽ ചേഞ്ച് വരും. എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഇൻ ഫിസിക്കൽ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് എനി ചേഞ്ചസ് ഓൺ. ഫിസിക്കലിന്റെ തൊട്ട് മുകളിലത്തെ ആള് ലോജിക്കൽ ലെവൽ. എന്നാൽ ലോജിക്കൽ ഇൻഡിപെൻഡൻസ് എന്താ? ലോജിക്കലിൽ ചേഞ്ച് വരും, എന്നാൽ ആരെ ബാധിക്കരുത്? അതിന്റെ തൊട്ട് മുകളിലത്തെ ലെവലിനെ ബാധിക്കരുത്, വ്യൂവിനെ ബാധിക്കരുത്. എങ്ങനെ ഡെഫിനിഷൻ പറയാം? എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഇൻ ലോജിക്കൽ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് എനി ചേഞ്ചസ് ഓൺ. ലോജിക്കലിന്റെ തൊട്ട് മുകളിൽ വ്യൂ ലെവൽ. ടാസ്ക് ഈസ് ഓവർ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? എന്നാ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് RDBMS ടേം. എന്തൊക്കെ ടേമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്?
ബേസിക് ടേംസുകൾ എന്തൊക്കെ? ഒന്ന് ഡിഗ്രിയാണ്. ഡിഗ്രി മീൻസ് നമ്പർ ഓഫ് കോളത്തിന് പറയുന്ന പേരാണ് ഡിഗ്രി. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോസിനെ പറയുന്ന പേരാണ് എന്താ? കാർഡിനാലിറ്റി. ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെപ്രസെന്റ് റോസ് ആണ്. റോനെ റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കാം? ടപ്പിൾസ്. ഇങ്ങനെ ഒരു ടേബിൾ തന്ന് കൺസിഡർ റിലേഷൻ എംപ്ലോയി ഒരു ടേബിൾ തരും എക്സാമിന്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ? എംപ്ലോയി കോഡ്, നെയിം, ഡിപ്പാർട്ട്മെന്റ് തന്നത്. വാട്ട് ഈസ് ദ ഡിഗ്രി? ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കോളംസ് ആണ്. എത്ര കോളംസ് ഉണ്ട്? 1 2 3. അപ്പൊ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു 3. അതേപോലെ വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി? എന്താ ഈ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് റോസ് ആണ്. എത്ര റോ ഉണ്ടടാ? 2 റോ ഉണ്ട്. അപ്പൊ 2. ഒരിക്കലും ഇത് കൗണ്ട് ചെയ്യരുത് കേട്ടോ. എംപ്ലോയി കോഡ്, നെയിം എന്നുള്ള ഇതില്ല. ഈ എത്ര ആളുകളുടെ ടാച്ച് ഉണ്ട് അതിനെ പറയുന്ന പേരാണ് എന്താടാ? കാർഡിനാലിറ്റി എന്ന് പറയും. യെസ്, ഐഡന്റിഫൈ ദ പ്രൈമറി കീ. പ്രൈമറി കീക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് റിപ്പീറ്റേഷൻ വരൂല. റിപ്പീറ്റേഷൻ വരാത്ത എലമെന്റ് നെയിം റിപ്പീറ്റേഷൻ വരൂല, ഡിപ്പാർട്ട്മെന്റ് റിപ്പീറ്റേഷൻ വരൂല. അപ്പൊ റിപ്പീറ്റേഷൻ വരാത്ത എലമെന്റ് ഏത് മാത്രമേ ഉള്ളൂ? എംപ്ലോയി കോഡ്. വളരെ സിമ്പിൾ എലമെന്റ് ആണ്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫോളോയിങ് ടേബിൾ ഇൻ DBMS. ഇങ്ങനൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ എക്സ്പ്ലെയിൻ യൂണിയൻ. ഈ 2 ടേബിളിന്റെയും നോക്കുക. പി കോഡ്, പി നെയിം, ക്ലാസ്. പി കോഡ്, പി നെയിം, ക്ലാസ്. 2 ടേബിളിന്റെ സ്കീമ ഡിസൈൻ സെയിം ആണ്. ഡിസൈൻ സെയിം ആണെങ്കിൽ മാത്രമേ കമ്പൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. യൂണിയൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? 101 വരും. ബാക്കി ഫുൾ ചെയ്തണം കേട്ടോ. 105 വരും. അതേപോലെ 107 വരും. ആ കൂട്ടത്തിൽ ഇനി ആരൊക്കെ വരിക? 103 വരും. 105 ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ വരുമോ? 105 വന്നിട്ടുണ്ട്. സോ അല്ല 103 വരും. പിന്നെ 105 ഓൾറെഡി ഇവിടെയുണ്ട്. Then 110. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷനിൽ എന്താ വരിക? 2 ടേബിളിനും കോമൺ ആയിട്ടുള്ള പാരാമീറ്റർ ആര് മാത്രമേ ഉള്ളൂ? 105 ജോൺ 11A. അങ്ങനെ തന്നെ ഇതാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which operation is used to be performed to get the list of students in football from class 12A? ഫുട്ബോൾ എന്നുള്ള ക്ലാസ്സിൽ നിന്നും 12Aയിലുള്ള ഡീറ്റെയിൽസ് കിട്ടണം. ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് സിഗ്മ. ക്ലാസ് ഏത് ക്ലാസ് ആവണം? ക്ലാസ് ഈക്വൽ ടു 12A. എവിടെ നിന്നാണ് വേണ്ടത്? ഫുട്ബോൾ എന്നുള്ള ടേബിളിൽ നിന്നും. സോ മക്കളെ സെറ്റ് അല്ലേ? അപ്പൊ ചാപ്റ്റർ 7 and 8 സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് ചാപ്റ്റർ നമ്പർ 9 and 10 ഉണ്ട് അല്ലെ. 10 ആകെ 3 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. അപ്പൊ അതിൽ പ്രിന്റ് വേഴ്സസ് എക്കോ, ലാമ്പ്, വാമ്പ്, ചെറിയ സാധനങ്ങൾ. അതേപോലെ SQL അത് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന്റെ അന്ന് റെഡി അല്ല? എക്സാമിന്റെ തൊട്ട് തലേ ദിവസം അല്ലെ, തിങ്കളാഴ്ച നൈറ്റിൽ നമുക്ക് സെറ്റ് ആക്കാം. എക്സാമിന്റെ തൊട്ട് തലേ ദിവസം നമുക്ക് ലൈവിൽ പൊളിച്ചടക്കാം. ചാപ്റ്റർ നമ്പർ 9 and 10 റെഡി അല്ലേ? താങ്ക് യു സോ മച്ച്.